നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ലൈഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. പല ആളുകളും വിചാരിക്കുന്നത് ലൈഫ് പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിലോട്ട് ഡയറക്റ്റ്ലി നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. ലൈഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. മറ്റൊരു ലെസൺ നിങ്ങൾക്ക് നമ്മുടെ ഈ ടെമ്പററി ഹാബിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്, ലേൺ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ലൈഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ട്രാക്കിലാവും. ചില സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത് അങ്ങനെ ഉണ്ടായത് കൊണ്ട് നിങ്ങൾ ഇനി അങ്ങനെ ഒന്നും കഴിക്കൂല എന്നുള്ളതല്ല. എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം, നമ്മുടെ നല്ല ഹെൽത്തി ഹാബിറ്റിലോട്ട് നിങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും ഒരു പക്ഷേ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിൽ ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഒരു പീസ് മൈൻഡ് ആയിട്ട് ആ ഭക്ഷണം കഴിക്കുക. നെക്സ്റ്റ് ഡേ വീണ്ടും ട്രാക്കിൽ കയറുക. അപ്പോൾ നമ്മുടെ ലൈഫ് ഒരിക്കലും സ്ട്രൈറ്റ് ലൈൻ ആവില്ല. അതിൽ കുണ്ടും കുഴികളൊക്കെ ഉണ്ടാകും. നമ്മൾ ചലഞ്ചിലൂടെ കടന്നു പോകും. അതിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ചലഞ്ചിൽ നമ്മൾ പഴയ സ്വഭാവത്തിലോട്ട് ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഡയറ്റുകളിൽ പോകാറുണ്ട്. പല ആളുകളും പല ഡയറ്റ് പ്രോഗ്രാമിലും എൻറോൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാറുണ്ട്. എന്നോട് തന്നെ പല ആളുകൾ ചോദിക്കാറുണ്ട്, മാറൂഫ് എനിക്കൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുമോ? ഓക്കെ, എനിക്ക് രാവിലെ എന്ത് കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, വൈകുന്നേരം എന്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുമെന്ന് എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഞാൻ അപ്പോൾ പറയും, ഞാൻ ഡയറ്റ് പ്ലാൻ ഒന്നും പറഞ്ഞു തരില്ല. കാരണം ഡയറ്റ് നമ്മളെ ഫെയിലാക്കുന്ന ഒരു സിസ്റ്റമാണ്. പീപ്പിൾ ഡോണ്ട് ഫെയിൽ ഇൻ ഡയറ്റ്സ്, ഡയറ്റ് ഫെയിൽസ് പീപ്പിൾ എന്നാണ് പറയാറുള്ളത്. അതായത് നമ്മളല്ല ആക്ച്വലി ഫെയിൽ ആവുന്നത്, ചില ഡയറ്റ് പ്രോട്ടോകോളുകൾ നമ്മളെ ഫെയിലാക്കുകയാണ് ചെയ്യുക. സോ പീപ്പിൾ ഗോ ഓൺ എ ഡയറ്റ്. പലപ്പോഴും നമ്മൾ ഡയറ്റിൽ പോകുമ്പോൾ നമ്മൾ വിൽ പവർ ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. ഇന്ന് ഞാനത് കഴിക്കൂല, അല്ലെങ്കിൽ ഒരു 5 days മൺഡേ ടു ഫ്രൈഡേ ഭയങ്കര വിൽ പവർ ആക്കാരം. സാറ്റർഡേ സൺഡേ നമ്മൾ എന്താണ് പറയുക, ചീറ്റ് ഡേ ആണ്. ഉള്ളത് കണ്ടതൊക്കെ വാരി വലിച്ച് കഴിക്കും. വിൽ പവറിലാണ് നമ്മൾ പലപ്പോഴും അതിനെ റൺ ചെയ്യാറുള്ളത്. സോ വിൽ പവർ നമുക്ക് ഒരു ദിവസം ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വിൽ പവർ. ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ എക്സാമ്പിൾ എടുക്കുക. അതിൻ്റെ അത്ര വിൽ പവറേ നിങ്ങൾക്ക് ഒരു ദിവസം ഉള്ളൂ. നിങ്ങളുടെ എല്ലാ ഡിസിഷനുകളും പലപ്പോഴും ഈ വിൽ പവറിനെ എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉച്ച വരെയൊക്കെ നിങ്ങൾക്ക് നല്ല വിൽ പവർ ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം വിൽ പവർ കുറയും. അത് നിങ്ങളെ ഫെയിലാക്കും. വിൽ പവർ കൊണ്ട് നമുക്കൊരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റൂല. വിൽ പവർ എലോൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല. നമുക്കിതിൻ്റെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റണം. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിൽ റൺ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോഗ്രാം ആക്കി മാറ്റണം. എന്തുകൊണ്ട് വിൽ പവർ നടക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ കുറച്ച് നേരം വിൽ പവർ ഉപയോഗിച്ചിട്ട് ശ്വാസം പിടിച്ചു നോക്കുക. അങ്ങനെ ശ്വാസം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വിത്തിൻ ഫ്യൂ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ബ്രീത്തിങ് എടുത്തിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിരുന്നു. അവരെന്നോട് പറഞ്ഞൊരു ചലഞ്ച് എന്ന് പറഞ്ഞത്, അവർക്ക് ആത്മഹത്യാ ടെൻഡൻസി ഉണ്ട്, എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നോട് തോന്നുന്നത്. അത് എനിക്ക് ആത്മഹത്യ ചെയ്യണം. അപ്പോൾ അവരെ ഫാമിലി മെമ്പർ പറഞ്ഞു, ഇവർ കത്തിയൊക്കെ എടുത്ത് ഇടയ്ക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ടെൻഡൻസി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ്, ഓക്കെ ആത്മഹത്യ ചെയ്യണമല്ലേ, ഡോണ്ട് വറി, ഞാനൊരു ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് മരിക്കാനുള്ള ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. നോക്ക് വായ പൊത്തിപ്പിടിക്കുക. 2 മിനിറ്റ് ഹോൾഡ് ചെയ്താൽ മതി. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബ്രെയിനിൽ ഓക്സിജൻ സ്റ്റോപ്പ് ആവും. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ ബ്രെയിൻ ഡെത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം. ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. സോ വിൽ പവർ എന്ന് പറയുന്നത് പലപ്പോഴും വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഫെയിൽ ആവുന്ന ഒരു സിസ്റ്റമാണ്. പല ആളുകളും വിൽ പവർ ഉപയോഗിച്ചാണ് ഡയറ്റ് ചെയ്യുക, പല ആളുകളും വിൽ പവർ ഉപയോഗിച്ചാണ് ഫാസ്റ്റിംഗ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വിൽ പവർ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ബിസിനസ് ചിലപ്പോൾ റൺ ചെയ്യുന്ന ആൾക്കാരാക്കാം നിങ്ങൾ. നമുക്ക് വിൽ പവർ കൊണ്ട് റൺ ചെയ്യാൻ പറ്റൂല, നമുക്ക് അതിനെ ഹാക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ യങ് മേക്കേഴ്സ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ നമ്മുടെ ഫുഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഫുഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ടല്ല.